ടാക്സ് സ്റ്റോറീസ് എന്ന സീരീസിലെ രണ്ടാമത്തെ വീഡിയോ. നമ്മുടെ മുംബൈയിൽ ഒരു സാധാരണക്കാരനായ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ഒരു മാസം ഏൺ ചെയ്തത് 8 ലക്ഷം രൂപ വരെയാണ്. ഇവിടെ നമ്മുടെ മുംബൈയിലെ ഓട്ടോ ഡ്രൈവർ ചെയ്തത് ഓട്ടോ ഓടിക്കുകയല്ല ചെയ്തത്, പുള്ളി ഒരു ലോക്കറാക്കി മാറ്റിയാണ് ചെയ്തത്. അതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ മുംബൈയിലെ US കൗൺസിലേറ്റിൽ കയറുന്ന സമയത്ത് ആർക്കും ബാഗ് ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. സാധാരണ രീതിയിൽ എല്ലാവരും കയ്യിൽ ചെറിയ ബാഗുകൾ ഉണ്ടാവും, പക്ഷെ അത് അവരുടെ എംബസിയുടെ ഉള്ളിലേക്ക് കയറ്റാൻ സമ്മതിക്കില്ല. അതിന്റെ പുറത്താണെങ്കിൽ ലോക്കൽ ഫെസിലിറ്റീസ് ഒന്നും അവൈലബിൾ അല്ല. അപ്പോൾ ഈ ഒരു പ്രോബ്ലം മനസ്സിലാക്കിയ നമ്മുടെ ഓട്ടോ ഡ്രൈവർ എന്ത് ചെയ്തു, പുറത്ത് പോയി നിന്നിട്ട് US കൗൺസിലേക്ക് കയറുന്ന ആളുകൾക്ക് ഈ ഒരു പ്രോബ്ലം വരുമല്ലോ, ബാഗുകൾ ഒന്ന് സെക്യൂർഡ് ആയിട്ട് പുറത്ത് വെക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു ജോലി പുള്ളി ഏറ്റെടുക്കും. പുള്ളിക്ക് ഈ ആളുകൾ എന്ത് ചെയ്യും, 1000 മുതൽ 1500 രൂപ വരെ അതിനൊരു ചാർജ് ആയിട്ട് കൊടുക്കുകയും ചെയ്യും. ഒരു ദിവസം 25 മുതൽ 35 പേര് വരെ അവിടെ വരാം. അങ്ങനെ നോക്കുമ്പോൾ തന്നെ ഒരു മാസം ഏകദേശം ആളുടെ ഇൻകം 5 to 8 lakhs ആണ്. ഈ ഒരു സംഭവം രാഹുൽ രൂപാനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി ലിങ്ക്ഡിനിൽ പോസ്റ്റ് ചെയ്യുന്നത് വരെ ആരും അങ്ങനെ അറിഞ്ഞിരുന്നില്ല. പുള്ളി നല്ല കളറാക്കിയിട്ട് അത് ലിങ്ക്ഡിനിൽ പോസ്റ്റ് ചെയ്തു. അത് വൻ വൈറലായി മാറി. പോരാത്തതിന് ഒരുവിധ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും ഈ ഒരു ന്യൂസ് സ്പ്രെഡായി. ന്യൂസ് ചാനലുകളും റിപ്പോർട്ടും ചെയ്തു. അങ്ങനെ ഇദ്ദേഹം വലിയൊരു ഫേമസ് ആയി മാറി, വൈറലായി മാറി. കാരണം ഓട്ടോ ഓടിക്കുകയും പോലും ചെയ്യാതെ ഒരാൾ ഒരു മാസം ഉണ്ടാക്കുന്നത് 6 മുതൽ 8 ലക്ഷം രൂപ വരെ. പക്ഷെ ഇതിന്റെ ഒരു കോൺസിക്വൻസസ് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു പോസ്റ്റ് വൈറലായതിന് അടുത്ത ദിവസം മുതൽ പുള്ളി ഈ പരിപാടി നിർത്തി. ഹി മൈറ്റ് ബി താങ്ക്ഫുൾ ടു ദ ഇലക്ട്രോണിക് മീഡിയാസ്. ഇനി നിങ്ങളോടൊരു ചോദ്യം, ഇങ്ങനെ ഏൺ ചെയ്ത ഈ എമൗണ്ടിന്റെ മുകളിൽ പുള്ളി GST അടക്കേണ്ടി വരുമോ? കമന്റ് ബിലോ. ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഉണ്ട്, എന്നെ ഫോളോ ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇറ്റ്സ് മീ ഫൈസ് മുഹമ്മദ്.